ഭക്തന്മാരെ കാണുന്നത് തന്നെ. കാരണം കഴിഞ്ഞ ആഴ്ച ശാരീരികമായിട്ട് നല്ല വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ക്ലാസ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ശ്രേഷ്ഠരായ ഭക്തന്മാരുടെ ആ ദർശനത്താൽ ഭഗവത് കൃപയാൽ ഒന്ന് കുറഞ്ഞു. ഹരേ കൃഷ്ണ. നമ്മൾ ഏതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഹരേകൃഷ്ണ പ്രഭുജി, വായിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധം 1-ാം അധ്യായം ആ 1-ാം ശ്ലോകം, അതിന്റെ 5 പാരഗ്രാഫ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 5 പാരഗ്രാഫ് കഴിഞ്ഞു. ഇനി ഏത് പാരഗ്രാഫാ തുടങ്ങേണ്ടത്? നമുക്ക് അനുഭവവേദ്യമല്ലേ, അതാണോ? ഭഗവാന്റെ ആന്തരിക ശക്തിയാൽ പ്രകടമാകുന്ന ആ അവിടെയാണ് തുടങ്ങേണ്ടത്. ഭഗവാന്റെ ആന്തരിക ശക്തിയാൽ പ്രകടമാകുന്ന അവിടുന്ന് സ്വരൂപത്തിന്റെ വർണ്ണന. 1 1 2 3 4. ആ പാരഗ്രാഫ് ഭഗവാന്റെ ആന്തരിക ശക്തിയാ, അങ്ങനെയാണോ? അതെ അതെ അതെ. പ്രഭു തമ്മിൽ പഴയതും പുതിയതും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും വാക്കുകള്. അതാണ് എന്റെ കാര്യം ഞാൻ ചോദിച്ചത്. രണ്ടാമത് പ്രൂഫ് റീഡ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന പ്രതികളിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. വ്യത്യാസമുണ്ട്, വാക്കുകൾ വ്യത്യാസമുണ്ട്. അതെ. 2 ഹരേ കൃഷ്ണ. പ്രഭുജി ഏത് ബുക്കാണ്? ഫസ്റ്റ് പ്രിന്റ് ആയിരുന്നു. ദശമസ്കന്ധത്തിൽ വിശേഷിച്ചും ഭഗവാന്റെ രാസനൃത്തം വർണ്ണിക്കുന്നത് വായിച്ചു നമ്മള്. പിന്നെ നമ്മൾ വായിക്കുന്നത് നമുക്ക് അനുഭവവേദ്യമായ വിശ്വപ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട ഭഗവാന്റെ ഭാഗ്യശക്തിയും തികച്ചും വ്യത്യസ്തമായ ഭഗവാന്റെ ആന്തരിക ശക്തിയുടെ. കറക്റ്റ്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. അതിനു മുമ്പായിട്ട് നമ്മൾ വളരെ ശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതാണ് ദിവസം? നവരാത്രി. നവരാത്രി. എന്താ നവരാത്രിക്കുള്ള പ്രത്യേകത? ശ്രീമദ് മഹാഭാഗവതവുമായിട്ട് എന്താ ബന്ധം? അന്തരംഗ ശക്തി, ദേവി. ബഹിരംഗ ശക്തി ഭഗവാന്റെ യോഗമായ. ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിക്കുന്നുണ്ട് എന്നുള്ളത് മുൻപേ അറിയിക്കാൻ വന്ന ഭഗവാന്റെ ബഹിരംഗ ശക്തി യോഗമായ ചണ്ഡിക, കാളി, കുമാരി, ദുർഗ, അങ്ങനെ 9 പേരുകളിൽ അറിയപ്പെടും. ഭഗവതിയുടെ അസ്തിത്വം ഭഗവാനിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ദുർഗാക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ, ദേവീക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന മൂലമന്ത്രം ഏതാ? ഓം സർവമംഗളമംഗല്യേ ശിവേ സർവപ്രസാദിയേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. ഭഗവാൻ, ദേവിയുടെ അസ്തിത്വം ഭഗവാനിലാണ്. അതുകൊണ്ടാണ് അടുത്ത മന്ത്രം നമ്മൾ പറയുന്നത് അമ്മേ നാരായണ ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഭഗവാന്റെ പേരില്ലാതെ ഒരു ദേവീ നാമം ഉണ്ടാവുകയില്ലേ? ഭഗവാന്റെ നാമവും ഉണ്ടാവുകയില്ല. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. രാധാറാണിയുടെ അംശങ്ങളാണ് ഈ ലക്ഷ്മി എല്ലാം. ശ്രീ പാർവതി സരസ്വതി മഹാലക്ഷ്മി നമോസ്തുതേ. വിഷ്ണുപ്രിയേ മഹാമായേ മഹാലക്ഷ്മി നമോസ്തുതേ. കമലേ വിമലേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. ദാരിദ്ര്യ ദുഃഖശമനീ മഹാലക്ഷ്മി നമോസ്തുതേ. ശ്രീദേവി നിത്യകല്യാണി മഹാലക്ഷ്മി നമോസ്തുതേ. മഹിഷാസുര സംഹാദ്രേ മഹാലക്ഷ്മി നമോസ്തുതേ. ധന്യരൂപേ ധന്യലക്ഷ്മി മഹാലക്ഷ്മി നമോസ്തുതേ. വിജയരൂപേ വിജയലക്ഷ്മി മഹാലക്ഷ്മി നമോസ്തുതേ. വിത്തരൂപേ വിത്തലക്ഷ്മി മഹാലക്ഷ്മി നമോസ്തുതേ. വിദ്യാരൂപേ വിദ്യാലക്ഷ്മി മഹാലക്ഷ്മി നമോസ്തുതേ.
ധനരൂപേ ധനലക്ഷ്മി മഹാലക്ഷ്മി നമോസ്തുതേ. ശ്രീ പാർവതി സരസ്വതി മഹാലക്ഷ്മി നമോസ്തുതേ. വിഷ്ണുപ്രിയേ മഹാമായേ മഹാലക്ഷ്മി നമോസ്തുതേ. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രീമദ് മഹാഭാഗവതം നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ മന്ത്രം ജപിക്കും. എന്താണ്? നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ആ ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുപി ഹരേ കൃഷ്ണ. മുദിരയേത്. രാധാറാണിയുടെ അംശമായ ആ സരസ്വതി ദേവിയെ നമുക്ക് പ്രണമിക്കാം. വിദ്യകളിൽ ഏറ്റവും വലിയ വിദ്യയായ ഈ ആധ്യാത്മിക ജ്ഞാനം ഭൗതിക ജ്ഞാനത്തോടൊപ്പം നമുക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പം ദശമസ്കന്ധം നമ്മുടെ പ്രഥമസ്കന്ധത്തിലോട്ട് പോകുന്നതിന് മുമ്പിട്ട് ദശമസ്കന്ധം 2, 11, 12 ശ്ലോകങ്ങൾ എടുത്താട്ട്. ദശമസ്കന്ധം 2-ാമത്തെ അധ്യായം 11, 12 ശ്ലോകങ്ങൾ. പത്തിലെ 2-ാം അധ്യായം 11, 12 ശ്ലോകങ്ങൾ. എടുത്തോ? ഹരേ കൃഷ്ണ. ആ, വായിച്ചാട്ടെ. നാമധേയാനി കുർവാണിയ കുർവന്തി. ഹരേ കൃഷ്ണ. എന്തോ? നാമധേയാനി കുർവന്തി, അതാണോ? ശ്ലോകം നമ്മൾ എടുത്തത്? 2-ാം അതെ അധ്യായം അതെ 11. അതെ അതെ, അത് തന്നെ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 11, 12. നാമധേയാനി കുർവന്തി സ്ഥാനാനി ച നരാ ഭുവി ദുർഗതി ഭദ്രകാളീതി വിജയ വൈഷ്ണവീതി ച കുമദാ ചണ്ഡികാ കൃഷ്ണ മാധവി കന്യകേതി ച മായാ നാരായണീശാനി ശാരദേത്യാംബിക ശാരത്തേന്ദാംബികേതി ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ചാട്ടെ. വിവർത്തനം ശ്രീല പ്രഭുപാദർക്ക്. ഭഗവാൻ കൃഷ്ണൻ മായാദേവിയെ അനുഗ്രഹിച്ച് ഇപ്രകാരം അരുളി ചെയ്തു: ഭൂമുഖത്ത് പലയിടങ്ങളിൽ മനുഷ്യർ ദുർഗ, ഭദ്രകാളി, വിജയ, വൈഷ്ണവി, കുമുദ, ചണ്ഡിക, കൃഷ്ണ, മാധവി, കന്യക, മായ, നാരായണി, ഈശാനി, ശാരദ, അംബിക എന്നിങ്ങനെ പല പേരുകളിൽ നിന്നെ വിളിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി, വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. വർക്കല ശിവഗിരിയിൽ ഇരിക്കുന്ന ദേവിയുടെ നാമം എങ്ങനെയാ? ശാരദാദേവി. ശാരദ. ഹരേ കൃഷ്ണ. താങ്ക് യു. വളരെ ചുരുക്കമാണ് ശാരദാദേവിയുടെ പേരിൽ അറിയപ്പെടുന്നത്, കൊണ്ടാണ് ചോദിച്ചത്. ഹരേ കൃഷ്ണ. എല്ലാം നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ് വളരെ സ്പഷ്ടമാണ്, കൃത്യമാണ്. ആദ്യമായിട്ടാണ് നാരദ മഹർഷിക്ക് 56 കോടി രാഗങ്ങൾ, ആദ്യമായിട്ടാണ് സരസ്വതി ദേവി വലിയൊരു ഭക്തന് ഇത്ര അധികം രാഗങ്ങൾ സമ്മാനിച്ചത്. 56 കോടി രാഗങ്ങൾ, മേഘമല്ലാരം, ഹിന്ദോളം തുടങ്ങിയ 56 കോടി രാഗങ്ങൾ നാരദ മഹർഷിക്ക് സമർപ്പിച്ചു. അറിയാമോ കഥ? ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു മുമ്പ്. അറിയാമോ? ഇല്ല പ്രഭു. വിദ്യാപ്രാപ്തി ആഗ്രഹിക്കുന്നവർ, അതുപോലെ തന്നെ ആത്മീയതയിലും സംഗീതത്തിലുമൊക്കെ നല്ല പ്രാവീണ്യം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ നാരദ മഹർഷിയുടെ ചിത്രവും കൂടി വീട്ടിൽ വെക്കണം. നല്ലതാ, നല്ല ഐശ്വര്യ. നാരദ മഹർഷി ലോകം മുഴുവൻ പാടി 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 ദേവലോകത്തെത്തി, ഗന്ധർവലോകത്തെത്തി. അവിടെ സുന്ദരിയായ സ്ത്രീകളെയൊക്കെ കാണുന്നുണ്ട്. ഗന്ധർവകൾ, കിന്നരന്മാർ, കിന്നരികൾ എല്ലാവരും ഉണ്ട്. പക്ഷേ
അവരുടെ നല്ല സൗന്ദര്യം, പക്ഷേ എല്ലാവർക്കും അംഗഭംഗങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹം ആശ്ചര്യപ്പെട്ടുകൊണ്ട് ഗന്ധർവകളോട് ചോദിച്ചു, നിങ്ങൾ ഗന്ധർവകളെ പോലെ തോന്നിക്കുന്നു, അപ്സരസ്സുകളെ പോലെ തോന്നിക്കുന്നു, പക്ഷേ എല്ലാവർക്കും ചില ശാരീരിക വീഴ്ചകളുണ്ടല്ലോ, അംഗഭംഗങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ. ചിലരുടെ കൈകൾ കുറുകയായിരിക്കാം, ചിലരുടെ മൂക്ക് താഴെ ആയിരിക്കാം, അങ്ങനെ പല രീതിയിലുള്ളത്. അപ്പൊ അവര് വളരെ ദയനീയമായിട്ട് സംസാരിച്ചു. ബ്രഹ്മാവിന്റെ ഒരു പുത്രനുണ്ട്. ബ്രഹ്മാവിന്റെ ഒരു പുത്രനുണ്ട്, നാരദൻ എന്നറിയപ്പെടും. അദ്ദേഹം സ്വരസ്ഥാനത്തല്ലാതെ സംഗീതം ചെയ്തുകൊണ്ട് നടക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഴ്ച പറ്റിയിരിക്കുന്നത് എന്ന് പറയും. ഇത് കേട്ടിട്ട് നാരദ മഹർഷിക്ക് വളരെ സങ്കടം വരും. അദ്ദേഹം പറയും, നിങ്ങൾ പറയുന്ന ആ ബ്രഹ്മാവിന്റെ പുത്രൻ ഈ ഞാനാ, ഈ ഞാനാണത്, ഈ ഞാനാണ് ആ അപരാധി. അവിവേകം പൊറുക്കണം, അറിവില്ലായ്മ പൊറുക്കണം. സ്വരസ്ഥാനത്ത് പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്ത് ചെയ്യണമെന്ന് പറയും, ചോദിക്കും. അങ്ങനെ അവർ ഉപദേശിക്കും. സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ സരസ്വതി ദേവിയെ പ്രാർത്ഥിച്ച് പ്രസാദിച്ച് എന്ത് വേണമെന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കും. അതുകൊണ്ട് എനിക്ക് സ്വരസ്ഥാനത്ത് നിന്നുകൊണ്ട് പാടാനുള്ള കഴിവ് തരണം എന്ന് പറയുമ്പോൾ അങ്ങ് വെറും ഭക്തനല്ല, ഭഗവാന്റെ ഭക്തനാണ്, വിഷ്ണു ഭക്തനാണ്. അതുകൊണ്ട് എല്ലാ രാഗങ്ങളും വിശദമായിട്ട് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. അങ്ങനെ 56 കോടി രാഗങ്ങൾ നാരദ മഹർഷിക്ക് സരസ്വതി ദേവി സമ്മാനിക്കുകയും ദേവദത്തം എന്ന വീണ സമ്മാനിക്കുകയും ചെയ്തു. അങ്ങനെ നാരദ മഹർഷി വളരെ സന്തോഷമായിട്ട് സരസ്വതി ദേവിയെ പ്രണമിച്ച് മുന്നോട്ട് പോവുകയും സരസ്വതി ദേവി തിരിച്ച് ഗോലോക വൃന്ദാവനത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു. വന്ദേ സദാഹം കളഹം സൗദ്ഗതി ചലൽപതി ചഞ്ചല ചഞ്ചു സമ്പുടേ. വലിയൊരു ശ്ലോകമാണ് നാരദ മഹർഷി സരസ്വതി ദേവിയെ പുകഴ്ത്തിക്കൊണ്ട് പാടിയത്. പിന്നെ നാരദ മഹർഷിക്ക് പാട്ടെല്ലാം കിട്ടിയില്ലേ, ഇനി 10 പേരെ അറിയിക്കണ്ടേ? സന്തോഷത്തോടുകൂടി എല്ലായിടത്തും പോയി, എല്ലാവർക്കും ദേവലോകങ്ങളിലെല്ലാം സഞ്ചരിച്ചു. പക്ഷെ അവിടെ നിന്നും നാരദ മഹർഷിക്ക് അർഹമായ ഒരു സ്ഥാനം കിട്ടിയില്ല. കാര്യമില്ല, അവരെല്ലാം അവരുടേതായ പ്രവർത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കൈലാസത്തിലും എത്തി, ശ്രീ പാർവതി മഹേശ്വരന്മാരുടെ അടുത്തും എത്തി. പക്ഷെ അവിടെയും കാര്യമായ ഒരു ഇത് കിട്ടിയില്ല. അവസാനം ഗോലോക വൃന്ദാവനത്തിൽ ചെന്ന് ഭഗവാന്റെ മുന്നിൽ തന്നെ പാടി ഭഗവാൻ വളരെ സംപ്രീതനായി. അപ്പോൾ അതിനെല്ലാം ഒരു കണക്കുണ്ട്. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. ചുമ്മാതെ എൻഗേജ് ചെയ്ത് കാണിച്ചതല്ല. കൈലാസത്തിൽ വന്നു കഴിഞ്ഞാൽ പാർവതി മഹേശ്വരന്മാർ തീർച്ചയായിട്ടും നാരദ മഹർഷിയെ ഗൗനിക്കേണ്ടതാണ്. പക്ഷേ കരോഷ്യദസ്നാസിയ ജുഘോഷ്യദാസ്യത് യത്തപസ്യ കൗന്ദയ പുരുഷമതർപ്പണം. നമുക്ക് ആദ്യം കിട്ടുന്നത് ആർക്കാണ് സമർപ്പിക്കേണ്ടത്? ആർക്ക് സമർപ്പിക്കണം? ഭഗവാന്. അതാണ് കാര്യം. അതുകൊണ്ട് അവരെല്ലാം നേരെ ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യാക്ഷരം കുറിക്കുമ്പോൾ ആരുടെ പേര് ആദ്യം എഴുതും? ഹരി. ഹരി. ഹരിർനാമ 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 ഇവ കേവലം കലോ നാസ്തൈവ 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 ഗതിരന്യത. ഹരിയുടെ നാമമല്ലാതെ ഈ ജീവിതത്തിൽ മറ്റൊരു വഴിയുമില്ല പാപങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ. അതുകൊണ്ട് ആദ്യമേ നമ്മളെ അനുഗ്രഹിക്കുന്നു, ഭഗവാന്റെ നാമം പാടൂ,
ഭഗവാന്റെ നാമം ജപിക്കൂ, ഭഗവാന്റെ നാമം എഴുതൂ. ജീവിത ക്ലേശങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ആദ്യ അക്ഷരം നമുക്ക് കുറിക്കുന്നു ഹരി. അടുത്ത് എഴുതും ഹരിയുടെ കൂടെ ആരുണ്ടാവും? ദേവി ശ്രീ. ആ, ലക്ഷ്മി. ശ്രീ. ശ്രീ ഇല്ലാതെ എന്തോന്ന് ഹരി ഇല്ലേ? ആണോ? അല്ലേ? അല്ലേ? അതെ അതെ. അങ്ങനെ നമ്മൾ രണ്ടാമത് നമ്മളെ അനുഗ്രഹിക്കുന്നു. നമ്മുടെ ആദ്യ അക്ഷരം എഴുതുന്നു ശ്രീ. കൃഷ്ണനും വന്നു, രാധാറാണിയും വന്നു, സാക്ഷാൽ ഐശ്വര്യദേവത വന്നു. പിന്നെ ആരെക്കുറിച്ച് എഴുതണം? ഗണപതിയെ പറ്റി. ഗുരുവിനെ കുറിച്ച് എഴുതണം. ഗുരു. ആരാ ഗുരു? ഗണപതി. ഗണപതി. എങ്ങനെ ഗുരുവായി? ലിഖിത രൂപത്തിൽ ഈ ശാസ്ത്രം നമുക്ക് ആദ്യമായി തന്നത് ആരാണ്? ഗണപതി ഭഗവാനാണ് എഴുതിയത്. അതുകൊണ്ട് ഹരിശ്രീ ഗണപതയെ നമഃ, നമിക്കുന്നു, പ്രണമിക്കുന്നു. ഇത്രയുള്ളൂ കാര്യം. പിന്നെ വേറെ എന്ത് കോലാഹലം കാണിച്ച് വേറെ എങ്ങനെ എഴുതി കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. ശാസ്ത്രം ഇതാണ്. അപ്പോൾ ഈ അക്ഷരം, ആദ്യ അക്ഷരം കുറിക്കാൻ എവിടെയാ നമ്മൾ പോകേണ്ടത്? എവിടെയാ പോകേണ്ടത്? ഗുരുവിന്റെ കൂടെ. ഗുരുവിന്റെ അടുത്ത്, ആധ്യാത്മിക ആചാര്യന്റെ മുന്നിലാണ് നമ്മൾ പോകേണ്ടത്. ആധ്യാത്മിക ആചാര്യനെ കൊണ്ടാണ് ആ കുഞ്ഞിന് അനുഗ്രഹം കിട്ടേണ്ടത്. ആ കുഞ്ഞിന് ആദ്യ അക്ഷരം തൻ്റെ നാവിൽ, തൻ്റെ കൈകളിൽ കുറിക്കാൻ സാധിക്കേണ്ടത്. അല്ലാതെ പത്ര സെന്ററുകളിലല്ല, മനോരമയോ മാതൃഭൂമിയിലോ സെന്ററുകളിലല്ല, കാണുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരെ കൊണ്ടല്ല, കാണുന്ന സാഹിത്യ നായകന്മാരെ കൊണ്ടല്ല. ഇതെല്ലാം വലിയ വലിയ ആൾക്കാരാണെന്ന് നമ്മളങ്ങ് ചിന്തിച്ചു പോകുന്നതാണ് ഭൗതികമായിട്ട്. ഭൗതികമായിട്ട് നമ്മൾ ഇവരെല്ലാം വലിയ ആൾക്കാരാണെന്ന് ചിന്തിച്ചു പോകുന്നതാണ്. അവരുടെ മനസ്സാണ്, അവരുടെ അടുത്ത് പോകുമ്പോൾ അവരുടെ മനസ്സാണ് ആ കുഞ്ഞിൻ്റെ കൈകളിലേക്ക് വരുന്നത്. അവര് ഏത് മാനസിക അവസ്ഥയിലാണ് നമ്മുടെ ആ കുഞ്ഞിൻ്റെ കൈ കൊണ്ട് എഴുതിപ്പിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. വൈകാരികമായ ഏതവസ്ഥയിലായിരിക്കാം, ഒരുപക്ഷെ രാഷ്ട്രീയപരമായിട്ടുള്ള അവസ്ഥയിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വാർത്ഥപരമായിട്ടുള്ള അവസ്ഥയിലായിരിക്കാം. ആദ്യമായിട്ട് ആ കുഞ്ഞിനൊരു വൈബ്രേഷൻ ഉണ്ടാകുന്നത് ഇത്തരം അപക്വമായ മനസ്സിലൂടെയുള്ള ആ ഒരു കൈമാറ്റമായിരിക്കും അവിടെ സംഭവിക്കാം. അതേസമയം നിഷ്കളങ്കമായി കുഞ്ഞ് ഭഗവാന്റെ അനുഗ്രഹത്തോടെ വളരണമേ എന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരാളെ ഭൂമിയിൽ ഉണ്ടാവുകയുള്ളൂ. അതാരായിരിക്കും? ഭഗവാനോ ഭഗവാന്റെ പ്രതിനിധിയായ ആധ്യാത്മിക ആചാര്യനോ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഭൗതികമായ സ്ഥാനമാനങ്ങൾ നോക്കാതെ, മറ്റുള്ളവരുടെ പുകഴ്ത്തലുകൾ പ്രതീക്ഷിക്കാതെ, വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ കുഞ്ഞുങ്ങളെ ആധ്യാത്മിക ആചാര്യന്റെ മുന്നിൽ കൊണ്ടുപോകാൻ ഉപദേശിക്കുക. അവരിൽ നിന്ന് ഈ അക്ഷരം നമുക്ക് ഹൃദിസ്ഥമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഹൃദിസ്ഥം, ഇംപ്ലിമെന്റേഷൻ ആകട്ടെ. ഹരിയുടെ നാമം കിട്ടട്ടെ. ഹരി ശ്രീ ഗണപതേ നമഃ. ആധ്യാത്മിക ആചാര്യനെയും ഭഗവാനെയും ഭഗവാന്റെ സ്വന്തം അന്തരംഗ ശക്തിയായ ലക്ഷ്മി ദേവിയും നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ, ഈ കുഞ്ഞിന് കൂടെ ഉണ്ടാവട്ടെ എപ്പോഴും, ജീവിതത്തിൽ എപ്പോഴും. അങ്ങനെ ആധ്യാത്മിക വിദ്യയിലൂടെ ഭൗതിക വിദ്യയും കരസ്ഥമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക. ഹരേ കൃഷ്ണ. മനസ്സിലാവുന്നുണ്ടോ? ഹരേ കൃഷ്ണ, മനസ്സിലാകുന്നുണ്ട്. വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. അപ്പോൾ
നമ്മൾ വീണ്ടും പ്രഥമ സ്കന്ധത്തിലോട്ട് പോവുകയാണ്. ആർക്ക് വായിക്കാം ശ്ലോകം? ജന്മാദ്യസ്യ, ആദ്യത്തെ ബ്രഹ്മ ഗായത്രി മന്ത്രം അഥവാ വിഷ്ണു ഗായത്രി മന്ത്രത്തിലൂടെ ശ്രീമദ് മഹാഭാഗവതം തുടങ്ങുന്നു. ജന്മാദ്യസ്യ, ആർക്ക് വായിക്കാം? ഹരേ കൃഷ്ണ പ്രഭു. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തി യത്സൂരയാ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഹരേ കൃഷ്ണ പ്രഭു. സത്യം പരം ധീമഹി. നമ്മൾ സത്യത്തെക്കുറിച്ചാണ് ശ്രീമദ് മഹാഭാഗവതം തുടങ്ങുകയാണ്. സത്യത്തെക്കുറിച്ച് പഠിക്കുകയാണ്. അതായത് ഭഗവാനെ കുറിച്ച്, ധർമ്മത്തെക്കുറിച്ച് പഠിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒന്നുകൂടി പറയട്ടെ. അപ്പം അങ്ങനെ ഹരിശ്രീ കുറിക്കുന്നത് എന്നാ വിജയദശമി വരുന്നത്? വരുന്നു ഈ ആഴ്ച 2-ാം തീയതി, ഒക്ടോബർ 2, അല്ലേ? അതെ അതെ 2-ാം തീയതി. നമ്മുടെ ഹരികൃഷ്ണ സത്സംഗത്തിന്റെ എല്ലാ സെന്ററുകളും ഹരിശ്രീ കുറിക്കുന്ന ആ വിജയദശമി ക്ഷേത്രമായി മാറട്ടെ. പട്ടാഴിയിലാണെങ്കിലും, കൊല്ലത്താണെങ്കിലും, ആലപ്പുഴയിലാണെങ്കിലും, ഹരിപ്പാടാണെങ്കിലും എല്ലായിടത്തും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ. നമുക്ക് അപ്പോൾ ഞാൻ 5-ാമത്തെ പാരഗ്രാഫിലോട്ട് പോകുമ്പോൾ തൃതീയ സ്കന്ധത്തിലെ 24-ാമത്തെ അധ്യായത്തിലെ 33-ാമത്തെ ശ്ലോകം കൂടെ ഒന്ന് എടുത്തു വെച്ചാട്ടോ. 3, 24, 33. അപ്പൊ തൃതീയ സ്കന്ധം 2-ാമത്തെ പാർട്ട് വരും. പുസ്തകം, ഗ്രന്ഥം 2-ാമത്തെ പാർട്ട് വരും. നമുക്ക് അനുഭവവേദ്യമായ വിശ്വപ്രപഞ്ചം സൃഷ്ടിക്കാൻ ഭഗവാന്റെ ബാഹ്യശക്തിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഭഗവത് ആന്തരിക ശക്തിയുടെ സൃഷ്ടിയായ സ്വരൂപ ആഖ്യാനങ്ങളാണ് ശ്രീമദ് മഹാഭാഗവതം. 3-22 3-24 33. ഈ പാരഗ്രാഫ് ആർക്ക് വായിക്കാം? കൃഷ്ണ 6-ാമത്തെ ഇന്ന് തുടങ്ങണ്ടേ അല്ലേ പ്രഭു? 6-ാമത്തെ അല്ലേ? 5 വായിച്ചാട്ടോ. ഇപ്പം പറഞ്ഞോണ്ടിരുന്ന ശ്ലോകം. ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാന്റെ ആന്തരിക ശക്തിയാൽ പ്രകടമാകുന്ന അവിടുന്ന് സ്വരൂപത്തിന്റെ വർണ്ണനയാണ് ശ്രീമദ് ഭാഗവതം. നമുക്ക് അനുഭവവേദ്യമായ വിശ്വപ്രപഞ്ചത്തെ പ്രകടമാക്കുന്ന ഭഗവാന്റെ ബാഹ്യശക്തിയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ആന്തരിക ശക്തി. ശ്രീല വ്യാസദേവൻ ഇരു ശക്തികളും തമ്മിലുള്ള ഈ ഭേദം ഈ ശ്ലോകത്തിൽ സ്പഷ്ടമായി വിശദീകരിക്കുന്നു. ഭഗവാന്റെ പ്രത്യക്ഷ ആന്തരിക ശക്തി യഥാർത്ഥമാണെന്നും അതേസമയം ഭൗതിക അസ്തിത്വ രൂപേണയുള്ള ഭഗവത് ബാഹ്യശക്തി താൽക്കാലികവും മരുഭൂമിയിലെ മരുപ്പച്ചയെ പോലെ അയഥാർത്ഥ്യവുമാണെന്ന് ശ്രീല വ്യാസദേവൻ വ്യക്തമാക്കുന്നു. മരുഭൂമിയിലെ മരുപ്പച്ചയിൽ യഥാർത്ഥ ജലമില്ല, ജലമുണ്ടെന്ന പ്രതീതി മാത്രമാണുള്ളത്. യഥാർത്ഥ ജലം മറ്റെവിടെയോ ആണ്. അതേപോലെ പ്രത്യക്ഷ വിശ്വസൃഷ്ടി യഥാർത്ഥമായി കണക്കാക്കപ്പെടുന്നുവെങ്കിലും വാസ്തവത്തിൽ ആത്മീയ ലോകത്തിലുള്ള യാഥാർത്ഥ്യത്തിന്റെ ഒരു നിഴൽ മാത്രമാണ് ഇത്. ഒരു നിഴൽ മാത്രമാണിത്. ഭഗവത്ഗീതയിൽ ഏത് ശ്ലോകം വരും? ഏത് ശ്ലോകം വരും? ഏത് ശ്ലോകം വരും? ഒരു നിഴൽ മാത്രമാണിത്. 15-ാം അധ്യായമാണ്. വായിച്ചാട്ടെ, ഏതാ ശ്ലോകം വരുന്നത്? ഊർധ്വമൂലമതഃശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദസ വേദവിദ്. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. പാരഗ്രാഫ് കണ്ടിന്യൂ ചെയ്താട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിരപേക്ഷ സത്യം കുടികൊള്ളുന്നത് ആത്മീയ ലോകത്താണ്, അല്ലാതെ ഭൗതിക ലോകത്തല്ല. ഭൗതിക ലോകത്ത് സർവ്വതും ആപേക്ഷിക സത്യങ്ങളാകുന്നു. അതായത് ഒരു സത്യം മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയാം.
ആ ഹരേ കൃഷ്ണ. അതായത് നേരത്തെ പറഞ്ഞിരുന്നു, അപേക്ഷിക സത്യം, അൾട്ടിമേറ്റ് ട്രൂത്ത് ആൻഡ് റിലേറ്റഡ് ട്രൂത്ത്. വായിച്ചട്ടെ. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണ സങ്കലനങ്ങളുടെ പരിണത ഫലമാണ് ഈ വിശ്വസൃഷ്ടി. മാത്രവുമല്ല, ബ്രഹ്മാവ്, ഇന്ദ്രൻ, ചന്ദ്രൻ തുടങ്ങി ഉന്നത ദേവന്മാരുൾപ്പെടെ അസംഖ്യം ജീവിവർഗങ്ങളിൽ ജന്മമെടുത്ത ബദ്ധാത്മാക്കളുടെ സംഭ്രാന്ത മനസ്സുകൾക്ക് യാഥാർത്ഥ്യത്തിന്റെ ഒരു മായാദർശനം കാഴ്ചവെക്കത്തക്ക വിധമാണ് ഈ അസ്ഥിരമായ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. സ്പഷ്ട പ്രപഞ്ചത്തിൽ യാഥാർത്ഥ്യമായി യാതൊന്നും ഇല്ലെന്നതാണ് വാസ്തവം. എന്നിരുന്നാലും പരമദൈവോത്തമ പുരുഷന്റെ അതീന്ദ്രിയ പരിച്ഛദങ്ങളോടുകൂടി ശാശ്വതനായി വിരാജിക്കുന്ന ആത്മീയ ധാമത്തിൽ അകൃത്രിമ യാഥാർത്ഥ്യം സ്ഥിതി ചെയ്യുകയാൽ ഭൗതിക ലോകത്തിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് അനുഭവപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭൗതിക ലോകത്തിൽ യാഥാർത്ഥ്യം ഉണ്ടെന്ന് അനുഭവപ്പെടുന്നു, അത്രേ ഉള്ളൂ. അനുഭവപ്പെടുന്നു. ഒരു സ്വാമിയുടെ സ്പീച്ച് കിട്ടും. എന്താണ് വിശ്വാസം? ശരിയാണ്, ശ്രേഷ്ഠമായ ഒന്നിൽ മനസ്സുറപ്പിക്കുന്നതിനെയാണ് വിശ്വാസം. ശ്രീമദ് ഭഗവത്ഗീതയിൽ കൃത്യമായിട്ട് പറയുന്നു, ഇതാണ് വിശ്വാസം. ശ്രേഷ്ഠമായ ഒന്നിൽ മനസ്സുറപ്പിക്കുന്നതിനെ വിശ്വാസം എന്ന് പറയുന്നു. എല്ലാവരും വിശ്വാസത്തിന്റെ പുറകെയാണ്. എന്താണ് വിശ്വാസം? അനുഭവജ്ഞാനത്തിലൂടെ ഉണ്ടാകുന്ന ഒന്നാണ് വിശ്വാസം. അത് ഏതൊരു ശ്രേഷ്ഠമായ വ്യക്തിയിൽ, അപ്പൊ ശ്രേഷ്ഠമായ ആരാ? സത്യം, പരം, ധീമഹി. അതിനേക്കാൾ ശ്രേഷ്ഠമായി ഒന്നുമില്ല. ആ ശ്രേഷ്ഠതയിലുമായിട്ട് ബന്ധപ്പെടുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം, അപ്പോൾ അതാണ് പരമമായ ധർമ്മം, പരമമായ സത്യവും. സത്യം, പരം, ധീമഹി. അപ്പം പരമമായ സത്യം, അൾട്ടിമേറ്റ് ട്രൂത്ത്. ബാക്കിയെല്ലാം അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന സത്യങ്ങളാണ്. അതിനെ ആപേക്ഷിക സത്യം എന്ന് പറയും. സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നിഴൽ ഉണ്ടാവുകയുള്ളൂ. ശരിയല്ലേ? ആണോ അല്ലേ? അപ്പം സൂര്യപ്രകാശം എന്നുള്ള സത്യവും നിഴല് എന്നുള്ളത് ഒരു ആപേക്ഷികമായിട്ടുള്ള സത്യം മാത്രവും. ആണോ അല്ലേ? ആണോ? രാത്രി അതൊരു ആപേക്ഷികമായ സത്യം മാത്രം. പകലെന്നുള്ള സത്യവും. കാര്യം സൂര്യൻ എല്ലായ്പ്പോഴും ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നുണ്ട്, പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ സൂര്യനെ മറയ്ക്കുന്ന ഒരു സംഭവം വരുമ്പോൾ മാത്രമാണ് അത് രാത്രിയായിട്ട് മാറുന്നത്. അപ്പൊ രാത്രി ആപേക്ഷികമായിട്ടുള്ള സത്യം മാത്രം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ദേവീ ദേവതമാരെല്ലാം 33 കോടി ദേവതമാരും ആപേക്ഷികമായിട്ടുള്ള സത്യം. കാര്യം പരമമായ സത്യം ആരാ? ഭഗവാൻ. ആ ഭഗവാനിൽ നിന്നാണ് ദേവീ ദേവന്മാര് 33 കോടി ദേവീ ദേവതമാരുടെയും സൃഷ്ടി ഉണ്ടായിരിക്കുന്നു. അഹം സർവസ്യ പ്രഭവോ. ശ്ലോകം. അഹം മത്തം സർവം പ്രവർത്തതേ ഇതി അപ്പം കൃത്യമായിട്ട് അവിടെ പറയുന്നു, ആധ്യാത്മിക ഭൗതിക ലോകങ്ങളുടെ ഉറവിടം. ഉത്തരം ക്ലിയർ ആയില്ലേ? ഭൂമിയിലല്ല, ആധ്യാത്മിക ലോകം, ദേവലോകം, ആധ്യാത്മിക ഭൗതിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്. എല്ലാം എന്നിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇതറിയുന്ന ബുദ്ധിമാന്മാർ എൻ്റെ അടുത്ത് വരികയും എന്നെ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യുന്നു. അവിടെ ആ സത്യത്തിന് മുന്നിൽ പ്രണമിക്കും. അപ്പം ഭഗവാൻ എന്നുള്ളത്, അതുകൊണ്ട് തന്നെ ബ്രഹ്മാവ് പറഞ്ഞു, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ ഗോവിന്ദ എല്ലാ കാരണങ്ങൾക്കും ഭഗവാനേ അങ്ങേ ഞാൻ പ്രണമിക്കുന്നു.
ഭഗവാൻ എന്നുള്ളത് പരമമായ സത്യവും വിദേവഗരോഹത്തുള്ള 33 കോടി ദേവതകളും ആപേക്ഷികമായ സത്യവും. ഹരേ കൃഷ്ണ. അപ്പം 3 എടുത്താ തൃതീയ സ്കന്ധം എടുത്തോ? പ്രഭുജി ബുക്ക് എടുക്കാൻ വലിയ അറിയാൻ വയ്യ. ബുക്ക് എല്ലാ ബുക്കുകളും ഇവിടെ ഇരിപ്പുണ്ട്. 3-24-33 തൃതീയ സ്കന്ധം 2ാമത്തെ പാർട്ടാണ്. തൃതീയ സ്കന്ധം 2 ഭാഗങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഇത് 2ാമത്തെ പാർട്ട്. ഹരേ കൃഷ്ണ പ്രഭു. വായിച്ചാട്ടെ. പരം പ്രധാന പുരുഷം മഹാന്തം കാലം കവിം ത്രിവൃതം ലോകപാലം ആത്മാനുഭൂത്യാനുഗത പ്രപഞ്ചം സ്വച്ഛന്ദശക്തിം കപിലം പ്രപദ്യേ. ഹരേ കൃഷ്ണ പ്രഭു. വിവർത്തനം വായിച്ചാട്ടെ. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. സ്വതന്ത്രനായി സർവശക്തനും അതീന്ദ്രിയനും സകല പദാർത്ഥങ്ങളുടെയും സമയ ഘടകത്തിന്റെയും പരമോന്നത വ്യക്തിയും ഭഗവാനും ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ കീഴിലുള്ള സർവ്വലോകങ്ങളെയും അറിഞ്ഞ് പരിപാലിക്കുന്നവനും ഭൗതിക ആവിഷ്കാരങ്ങളുടെ നാശാനന്തരം അവയെ ഉൾക്കൊള്ളുന്നവനും കപിലമുനിയുടെ രൂപത്തിൽ അവതരിച്ചവനുമായ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ആലോചിച്ച് നോക്കണം. അച്ഛൻ മോനോടാ പറയുന്നത്. അച്ഛൻ മകനോട് പറയുക. കാര്യം അച്ഛൻ റിയലൈസ് ചെയ്തു എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ആരാ? ഭഗവാൻ. സാക്ഷാൽ ഭഗവാനാണ് വസുദേവരുടെ മുന്നിൽ. ത്വമത്ഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുജം ശംഖി ഗദാദിയുധായുധം ശ്രീവത്സലേഷ്മം ഗളശോഭി കൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധസൗഭഗം മഹാർഹവൈഡൂര്യ കിരീടകുണ്ടലം ദിഷാ പരിഷക്ത സഹസ്രകുന്തളം ഉദ്ദാമ കാഞ്ചി കങ്കണ ആദിവി വിരോചമാനം വസുദേവ ഐക്ഷത. അങ്ങനെ വസുദേവര് ഭഗവാനെ കണ്ടതുപോലെ ഇവിടെ കർദമമുനി കപിലദേവനെ കാണുന്നു. മനോഹരമായ ഒരു ഭാവാർത്ഥമാണ്. വായിച്ചാട്ടെ. കൂടുതലുണ്ടോ സംശയമുണ്ട്. വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. കർദമമുനി ഇവിടെ തന്റെ പുത്രനും പരമോന്നതനുമായ കപിലമുനിയെ സംബോധന ചെയ്യുമ്പോൾ സമ്പത്ത്, ശക്തി, കീർത്തി, സൗന്ദര്യം, ജ്ഞാനം, വൈരാഗ്യം എന്നീ ഷഡ്ഐശ്വര്യങ്ങളെപ്പറ്റി സൂചിപ്പിച്ചിരിക്കുന്നു. പരം എന്ന പദം ശ്രീമദ് ഭാഗവതത്തിന്റെ ആരംഭത്തിൽ പരം സത്യം എന്ന വാക്യത്തിൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ പരാമർശിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് അതിന്റെ രസം എന്ന് പറയുന്നത്. വായിച്ചേട്ടെ. പ്രധാനാം എന്ന അടുത്ത പദം കൊണ്ട് പരം എന്ന പദം കൂടുതൽ വിശദമാക്കപ്പെട്ടിരിക്കുന്നു. പ്രധാനാം എന്നാൽ മുഖ്യം, യഥാർത്ഥം, എല്ലാറ്റിന്റെയും പ്രഭവം, സർവ കാരണം, എല്ലാ കാരണങ്ങളുടെയും കാരണം എന്നൊക്കെ അർത്ഥം വരും. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ രൂപരഹിതനല്ല. അദ്ദേഹം പുരുഷം ആകുന്നു. പുരുഷമെന്നാവ്. അദ്ദേഹം കാലഘടകവും സർവജ്ഞനുമാണ്. ശ്ലോകം യഥാർത്ഥ ഭോക്താവ്. ഏതാ ശ്ലോകം വരുന്നത്? യഥാർത്ഥ ഭോക്താവ്. ഭോക്താരം യജ്ഞ തപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവ ജ്ഞാത്വാമാം ശാന്തി മൃച്ഛതി. ഭഗവത്ഗീതയിൽ സ്ഥിരീകരിച്ചിട്ടുള്ളതുപോലെ അദ്ദേഹത്തിന് എല്ലാം അറിയാം. ഭൂതവും വർത്തമാനവും ഭാവിയും എല്ലാം. ഭഗവാൻ പറയുന്നു, എനിക്കെല്ലാം അറിയാം, വർത്തമാനവും ഭൂതവും ഭാവിയും. ഈ വിശ്വത്തിന്റെ എല്ലാ മൂലകങ്ങളിലുമുള്ള എല്ലാം പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ചലിക്കുന്ന ഭൗതിക ലോകവും അദ്ദേഹത്തിന്റെ ശക്തിയുടെ ആവിഷ്കാരമാണ്. പരാസ്യ ശക്തിർ വിവിധൈവ ശ്രൂയതേ. നാം ദർശിക്കുന്നതെന്തും അദ്ദേഹത്തിന്റെ ശക്തികളുടെ ഇടപെടലാകുന്നു. ശ്വേതാശ്വേതര ഉപനിഷത്ത്. പരസ്യ ബ്രഹ്മണ ശക്തി സത്തേതം അഖിലം ജഗത്. വിഷ്ണു പുരാണത്തിലെ പരാമർശമാണിത്. ഇവിടെ ദർശിക്കുന്നതെല്ലാം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ
പരസ്പര പ്രവർത്തനങ്ങളാണെന്ന് നാം മനസ്സിലാക്കുന്നു. ഉം, പക്ഷേ വാസ്തവത്തിൽ അവയെല്ലാം ഭഗവാന്റെ ശക്തികളുടെ പരസ്പര പ്രവർത്തനങ്ങളാണ്. ഉം, ലോകപാലം അദ്ദേഹം വാസ്തവത്തിൽ എല്ലാ ജീവസത്തകളുടെയും പരിപാലകനാകുന്നു. ഉം, നിത്യോ നിത്യാനാം അദ്ദേഹം എല്ലാ ജീവസത്തകളുടെയും മുഖ്യനാകുന്നു. ഉം, അദ്ദേഹം ഏകനാകുന്നു, എങ്കിലും അനേകം ജീവസത്തകളെ പരിപാലിക്കുന്നു. ഉം, ഈശ്വരൻ ഇതര ജീവസത്തകളെയെല്ലാം പരിപാലിക്കുന്നു. പക്ഷേ ഈശ്വരനെ പരിപാലിക്കാൻ ആരാലുമാവില്ല. അതാണ് അദ്ദേഹത്തിന്റെ സ്വച്ഛന്ത ശക്തി. അദ്ദേഹം ഒന്നിനും മറ്റാരെയും ആശ്രയിക്കുന്നില്ല. ഒരുവന് താൻ സ്വതന്ത്രനാണെന്ന് വേണമെങ്കിൽ സ്വയം പറയാം. പക്ഷേ അവൻ എപ്പോഴും ഏതെങ്കിലും ഉന്നതന്റെ ആശ്രിതനായിരിക്കും. അതാണ് എങ്ങനെയായാലും വാസ്തവം. ഉം, ഉം, എങ്ങനെയായാലും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ആത്യന്തികനാണ്. അദ്ദേഹത്തെക്കാൾ ഉന്നതനായോ അദ്ദേഹത്തിന് സമനായോ ആരുമില്ല. കപിലമുനി കർദമമുനിയുടെ പുത്രനായി പ്രത്യക്ഷപ്പെട്ടെങ്കിലും അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ അവതാരമാകയാൽ ഉം, കർദമമുനി അദ്ദേഹത്തിന് പരിപൂർണ സമർപ്പണത്തോടെ ആദര പ്രണാമങ്ങൾ അർപ്പിച്ചു. ഈ ശ്ലോകത്തിലെ മറ്റൊരു വാക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ആത്മാനുഭൂത്യാനുഗത പ്രപഞ്ചം. ഉം. ഭഗവാൻ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ കപിലന്റെയോ രാമന്റെയോ നരസിംഹത്തിന്റെയോ വരാഹത്തിന്റെയോ അങ്ങനെ ഏതെല്ലാം രൂപങ്ങൾ സ്വീകരിച്ചാലും അവയെല്ലാം അദ്ദേഹത്തിന്റെ ആന്തരിക ശക്തിയുടെ ആവിഷ്കാരങ്ങളാണ്. ഉം, അവ ഒരിക്കലും ഭൗതിക ശക്തിയുടെ രൂപങ്ങളല്ല. ഈ ഭൗതിക ലോകത്തിൽ ആവിഷ്കൃതരാകുന്ന ജീവസത്തകൾക്കെല്ലാം ഭൗതികമായി സൃഷ്ടിക്കപ്പെട്ട ശരീരങ്ങളുണ്ട്. പക്ഷേ കൃഷ്ണനോ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും വിസ്തര ഭാഗമോ ഈ ഭൗതിക ലോകത്തിൽ പ്രത്യക്ഷമാകുമ്പോൾ അദ്ദേഹത്തിന് ഭൗതിക ശരീരം ഉണ്ടെങ്കിൽ പോലും ആ ശരീരം ഭൗതികമായിരിക്കില്ല. അദ്ദേഹത്തിന് എപ്പോഴും ഒരു അതീന്ദ്രിയ ശരീരം ഉണ്ടായിരിക്കും. ഉം. പക്ഷേ മൂഢന്മാർ അത് മനസ്സിലാക്കുന്നില്ല. അവർ ഹരേ കൃഷ്ണ. അദ്ദേഹത്തെ ഒരു മിനിറ്റ്. ശ്ലോകം ഏതാ? ഭഗവത്ഗീതയിൽ മൂഢന്മാർ അത് മനസ്സിലാക്കുന്നില്ല. ശ്ലോകം മൂഢന്മാർ എന്നെ സാധാരണ ഒരു മനുഷ്യനായിട്ട് കരുതുന്നു. ശ്ലോകം ഒളു തന്നു കഴിഞ്ഞു. ഇനി എന്താ? ഇതൊക്കെ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കേണ്ട ശ്ലോകങ്ങളാണ്. ഇതിന്റെ എല്ലാ അർത്ഥങ്ങളും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ശ്ലോകങ്ങളാണ്. അവജാനന്തി മാ മൂഢ മാനുഷിം തനുമാശ്രിതം ആ ജാനന്തി മാം മൂഢാ പരം മാനുഷിം ഭാവം തനുമാശ്രിതം പരം ഭാവമജാനന്ത മമ മമ ഭൂതമഹേശ്വരം. അവജാനന്തി മാ മൂഢ മാനുഷം തനുമാശ്രിതം പരം ഭാവമജാനന്തോ മമ ഭൂതമഹേശ്വരൻ. എൻ്റെ അതീന്ദ്രിയമായ ആ ഭാവത്തെ വിഡ്ഢികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. കാര്യം നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ആ ഏതാ ശ്ലോകം വരുന്നത്? 8 വായു ഖം മനോ ബുദ്ധിരേവച. അതിന്റെ ആദ്യത്തെ ശ്ലോകത്തിന്റെ ആദ്യത്തെ വരി എന്താണ്? വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാരം വിധീയം മാം ഭിന്ന പ്രകൃതിരഷ്ടത. ഭൂമിരാപോ അനലോ വായു ഭൂമിരാപോ അനലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാരം വിധീയം മാം ഭിന്ന പ്രകൃതിരഷ്ടത. 8 മൂലകങ്ങളെ കൊണ്ടിട്ടാണ്. പഞ്ചമഹാഭൂതങ്ങളും മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നിട്ടുള്ള നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റാത്തതും അനുഭവവേദ്യമായ ഈ മൂലങ്ങളും കൂടി കൊണ്ടുകൊണ്ട് ഈ ശരീരത്തിന് ആ കണ്ണുകൾക്ക് തീർച്ചയായിട്ടും അതീന്ദ്രിയ ഭാവത്തിലുള്ള സത്ത് ചിത്ത് ആനന്ദം, ഇത് ആൾറെഡി ഈ വാക്കുകൾ അനുഭവം കൊണ്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റാത്ത ഒന്നാണ്. മനസ്സും ബുദ്ധി അഹങ്കാരം അതുതന്നെയാണ്. മോഡേൺ സയന്റിസ്റ്റ് ഇന്നലെ വരെ ഇതിനെ അംഗീകരിച്ചിട്ടില്ലായിരുന്നു. ഇപ്പൊ അംഗീകരിച്ചു തുടങ്ങി. അവരംഗീകരിച്ചാലും ഇല്ലെങ്കിലും സത്യം സത്യമായിട്ട് നിലനിൽക്കും. അപ്പൊ അങ്ങനെ ഇരിക്കെ അതീന്ദ്രിയമായ ഭാവമായ സത്ത് ചിത്ത് ആനന്ദത്തെ നമുക്ക് പ്രത്യക്ഷത്തിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കത്തില്ല. അത് അനുഭവിച്ചറിയാനുള്ളതാണ്. പ്രാക്ടിക്കലി കൂടി അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ദൃശ്യമായിട്ടുള്ള ഒരു ആവിഷ്കാരം നമുക്ക് മുന്നിൽ കിട്ടത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങൾ? മനസ്സിലാവുന്നുണ്ടോ? അതെ അതെ പ്രഭു.
ആ അത് നമുക്ക് സാധാരണ തിയറി പഠിച്ചിട്ട് പ്രാക്ടിക്കലാണ്. അതല്ല, ഇത് പ്രാക്ടിക്കൽ തന്നെയാണ് നമ്മൾ ഡയറക്റ്റ് പോകുന്നത്. പ്രാക്ടിക്കലിലൂടെയാണ് ആ തിയറി വാസ്തവമാണ് നമ്മൾ മനസ്സിലാവുന്നത്. അപ്പൊ ആ പ്രാക്ടിക്കലാണ് ഭക്തിയുത സേവനം, ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം എന്നൊക്കെ പറയുന്നത് പ്രാക്ടിക്കലാണ്. നമുക്കെല്ലാം പ്രാക്ടിക്കലാണ്. ഒന്നും നമുക്ക് മിഥ്യയല്ല, ഒന്നും നമുക്ക് വെറും തിയറി അല്ല. അതുകൊണ്ടാണ് ഭഗവാൻ ജ്ഞാനം വിജ്ഞാന യോഗം, ജ്ഞാനവും വിജ്ഞാനവും, അത് ഈ ജ്ഞാനം വിജ്ഞാന സഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലോടുകൂടി ഭഗവാൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. വായിച്ചേട്ടാ, കഴിഞ്ഞോ? ഹരേ കൃഷ്ണ. അല്പകൂടെ ഉണ്ട്. ഭാവാർത്ഥം കഴിഞ്ഞോ? അല്പകൂടി ഉണ്ട് പ്രഭു. ആ, വായിച്ചേട്ടാ. പക്ഷേ മൂഢന്മാർ അത് മനസ്സിലാക്കുന്നില്ല. അവർ അദ്ദേഹത്തെ അവരിൽ ഒരുവനായി പരിഗണിക്കും. കൃഷ്ണനെ മനസ്സിലാക്കാൻ കഴിയാത്തതിനാൽ പരമദിവ്യോത്തമ പുരുഷനായി അംഗീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, അവജാനന്തി മാം മൂഢ, വിഡ്ഢികളും തെമ്മാടികളും എന്നെ തെറ്റായി മനസ്സിലാക്കുന്നു. ഈശ്വരൻ ഒരു രൂപത്തിൽ അവതരിക്കുമ്പോൾ അത് ഭൗതിക ശക്തിയുടെ സഹായത്താൽ അദ്ദേഹം സ്വീകരിക്കുന്നതാണെന്ന് അർത്ഥമാകുന്നില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ ആധ്യാത്മിക രാജധാനിയിലെ ആധ്യാത്മിക അസ്തിത്വത്തിൽ ആവിഷ്കൃതനാകുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. വാഞ്ചാകൽപതരൂപ്യ ചെറുവാസിന്ധൂപ്യ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. വളരെ നീണ്ട ഒരു ഭാവാർത്ഥമാണ് പ്രഥമസ്കന്ധത്തിലെ പ്രഥമ ശ്ലോകത്തിൽ ശ്രീരാപ്രഭുപാദര് വന്നത്. അത് നമുക്ക് ഉടനെ ഓടി പോകാൻ സാധിക്കത്തില്ല. അത്രയേറെ അർത്ഥങ്ങളും ഈ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അർത്ഥങ്ങളും ഇതിനുള്ളിലുണ്ട്. ഇതിലുള്ളവന് ഇത്രയെങ്കിലും വായിക്കാൻ അനുഗ്രഹം കിട്ടിയതിൽ വളരെ സന്തോഷം. അത്ര തന്നെ. നമ്മൾ ഈ മുഖവരിയും അവതാരിയും ഒക്കെ നല്ലോണം വളരെ വിശദമായിട്ട് വായിക്കേണ്ടതാണ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? അതെ, ഞാൻ നേരത്തെ കറക്റ്റ് സമയത്തിന് ആരതി അവിടെ തുടങ്ങണം. അപ്പൊ അതിനു മുമ്പോട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒബ്ജക്ഷൻ, യുവർ ഓണർ, എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ. പ്രഭു ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നോണ്ടാ കുറച്ചെങ്കിലും മനസ്സിലാവുന്നേ. അല്ലെങ്കിൽ ഇതൊന്നും തന്നെ വായിച്ചാലൊന്നും മനസ്സിലാവത്തില്ല പ്രഭു. പ്രഭുവിന്റെ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ പ്രഥമ ശ്ലോകം എത്ര വായിച്ചാലും മനസ്സിലാവാത്തതാണ്. ആരൊക്കെ പഠിപ്പിച്ചാലും അതുകൊണ്ട് മനസ്സിലാവത്തില്ല. അർത്ഥമാണ് അതിനുള്ളത്. നമ്മൾ കൂടുതൽ ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ പഠിപ്പിക്കുന്നതിന്റെ കുഴപ്പമല്ല, പഠിക്കുന്നതിന്റെ